നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോഴും അതിന്റെ അലയൊളികൾ ഒന്നും തന്നെ മാറിയിട്ടുമില്ല. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിതെളിച്ചത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കമന്റ് രൂപത്തിലും വീഡിയോ രൂപത്തിലും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തെ രാഷ്ട്രീയവൽക്കരിച്ചും അല്ലാതെയുമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്ന പ്രധാന വിഷയം. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നടി ശ്രീയ രമേശ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് സാധാരണക്കാരായ മലയാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. വധൂവരന്മാർക്ക് ആശംസ നേർന്നുകൊണ്ടാണ് ഈ ശ്രീയയുടെ കുറിപ്പ് തുടങ്ങുന്നത്. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ ഏതെല്ലാം രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരെ വേദനിപ്പിക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധി ചെയ്യുകയാണ് ചില സൈബർ മനോരോഗികളെന്ന് കൃത്യമായി പറയുകയാണ്. തൃശൂർ പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറമാൻ അത് തട്ടിയിട്ടതിന് എന്തെല്ലാം ദുർവ്യാഖ്യാനം നൽകി ഇവർ. ഒടുവിലിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കരികിൽ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ തങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണ്. ഇത്തരം മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിന്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും അതിനപ്പുറവുമാണ് എന്നും ശ്രീയ കുറിപ്പിലൂടെ പറയുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഭാഗ്യയുടെ വിവാഹം എന്നത് സുരേഷ് ഏട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ നടയിൽ സഫലീകൃതമായത്. എത്രയോ കാലമായി കാത്തിരുന്ന നിമിഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത്. ഒപ്പം മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങളുടെയും മറ്റും സഹപ്രവർത്തകരുടെയും സാന്നിധ്യവും. ഭാഗ്യമോൾക്കും ഭർത്താവ് ശ്രേയസിനും എന്റെയും കുടുംബത്തിന്റെയും ആശംസകളും പ്രാർത്ഥനകളും. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ എന്തെല്ലാം രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരെ വേദനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അലോസരപ്പെടുത്തുവാൻ സാധിക്കുമോ അതിന്റെ പരമാവധി ചില സൈബർ മനോരോഗികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നിർത്തിയിട്ടുമില്ല. തൃശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറമാൻ അത് തട്ടിയിട്ടത് എന്തെല്ലാം ദുർവ്യാഖ്യാനം നൽകി ഇവർ. ഒടുവിലിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കരികെ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ തങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതും നമ്മൾ കണ്ടു. ആ സങ്കുചിത മാനസിക അവസ്ഥയിൽ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന് ദയവായി പ്രതീക്ഷിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ എന്നും ഈ ഒരു കുറിപ്പിൽ പറയുകയാണ്. ഈ കുറിപ്പ് പ്രധാനമായും പങ്കുവെക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞിട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും കൂടി പറയുന്നത്. ഒരു കാരണവശാലും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ വെറുതെ വിടാൻ ആരും തയ്യാറാകുന്നില്ല. അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും അതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ആവർത്തിക്കുന്നത്.